CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കെ കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ആദ്യ കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ. ജനസാഗരത്തെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര ദർശനം. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മലപ്പുറം സ്വദേശിനി ഡോക്ടർ നിരോക്ഷയാണ് വധു. അക്കിക്കാവിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാവിലെയാണ് അക്കിക്കാവ് ജംഗ്ഷനിൽ കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളെ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജിയുണ്ടായിരുന്നു. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണ അപകടം. മരക്കൊമ്പ് കാറിന്റെ മുൻവശത്തെ ചില്ലു തകർത്ത് ഡാഷ്ബോർഡിലേക്ക് തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാവക്കാട് ദേശീയപാത 66 മണത്തലയിൽ അപകടക്കെണിയായി സർവീസ് റോഡിലെ വൻ ഗർത്തങ്ങൾ. ഇരുചക്ര വാഹന യാത്രികർ ദുരിതത്തിൽ. മണത്തല ജുമാഅത്ത് പള്ളിക്ക് വടക്ക് സർവീസ് റോഡിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ കനത്തതോടെ തിരുവത്ര അത്താണി മേഖലയിൽ ദേശീയപാതയ്ക്കരികിലെ വീടുകൾ വെള്ളക്കെട്ടിലകപ്പെടുന്നു. അത്താണി ഷൺമുഖൻ റോഡ്, അത്താണി സ്ട്രീറ്റ് റോഡ് തുടങ്ങിയ റോഡുകളിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സ്ഥിതിയാണ്. കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വഹിച്ചത് നിസ്തുലമായ പ്രവർത്തനമാണെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത പെരുമ്പിലാവിൽ കാറിടിച്ച് കാട്ടുപന്നി ചത്തു. അൻസാർ സ്കൂളിന് മുന്നിലാണ് ഞായറാഴ്ച പുലർച്ചെ റോഡിന് കുറുകെ ഓടിയ കാട്ടുപന്നിയെ കാറിടിച്ചത്. കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും നഗരശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ചാവക്കാട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. പഴഞ്ഞി അടയ്ക്ക വിപണന കേന്ദ്രത്തിന്റെ അരമതിൽ പൊളിച്ചുമാറ്റി. കേന്ദ്രത്തിന്റെ നിർമ്മാണം മതിയായ രേഖയില്ലാതെയും കെട്ടിടം അനധികൃതമായിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകർ പഞ്ചായത്തിൽ പരാതി നൽകുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ചാലിശ്ശേരിയിൽ വിരമിക്കുന്ന SIമാർക്ക് ജാഗ്രതാ സമിതി യാത്രയയപ്പും ആദരവും നൽകി. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ 1ാം വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കാർഷിക സംരംഭമായ പുലരി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു. സംരംഭത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത നിർവഹിച്ചു. തായൂർ നിത്യസഹായ ദേവാലയത്തിൽ AKCC സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കലും കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. ലോകമെമ്പാടുമുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ പെന്തക്കോസ്തി പെരുന്നാൾ ഞായറാഴ്ച ആചരിച്ചു. ഈസ്റ്റർ കഴിഞ്ഞ് 50ാം ദിവസമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി തോട്ടപ്പുറത്ത് ഉണ്ണിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് പെരുന്തുരുത്തിയിലെ കടയ്ക്ക് മുന്നിൽ മൃതദേഹം കണ്ടത്. സ്വർണ്ണത്തൊഴിലാളി പരസ്പര സഹായ സമിതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പാവർട്ടി സ്വദേശിയും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ എഴുതിയ ലോങ് ബെൽ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. 40ഓളം സ്കൂൾ അനുഭവ കഥകളാണ് പുസ്തകത്തിൽ ഉള്ളത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.